തമിഴ്നാട്ടിലെ കരൂരിൽ 4 വയസ്സുകാരിയായ കൊച്ചുമകളോട് ലൈംഗിക അതിക്രമം കാട്ടിയ യുവാവിനെ ആ കുട്ടിയുടെ മുത്തശ്ശി നടുറോഡിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ 31 വയസ്സുള്ള മാണിക്യം എന്ന ആൾക്കാണ് മുത്തശ്ശിയുടെ ക്രൂരമായ മർദ്ദനവും വെട്ടുകളും ഏൽക്കേണ്ടി വന്നത്. ഗുരുതരമായി പരിക്കേറ്റ അയാളെ പൂളിത്തലൈ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂളിത്തലയ്ക്ക് സമീപമുള്ള ഗ്രാമത്തിൽ ഓഗസ്റ്റ് 14-നാണ് ഈ നടക്കുന്ന സംഭവം അരങ്ങേറി. പെൺകുട്ടിയുടെ കുടുംബവുമായി ഏറെ അടുപ്പത്തിലായിരുന്ന സമീപവാസി കൂടിയാണ് മാണിക്യം എന്ന ആൾ. പെൺകുട്ടിയുടെ മുത്തശ്ശി പൂളിത്തലയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അതേസമയം ഈ കുട്ടിയാണെങ്കിൽ മാതാപിതാക്കൾക്കൊപ്പം മറ്റൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഓഗസ്റ്റ് 13-ാം തീയതി ഉച്ചയോടെ ഈ കുട്ടിയുടെ മാതാവ് മകളെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ആക്കുവാനായി ഈ പറഞ്ഞ മാണിക്യത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ തന്റെ മേൽ ആ കുടുംബത്തിനുള്ള വിശ്വാസം മുതലെടുത്ത ഇയാൾ കുട്ടിയെ സ്വന്തം വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് ക്രൂരമായ രീതിയിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കുകയും ചെയ്തു എന്നാണ് ഈ കുടുംബത്തിന്റെ പരാതി. അതിനുശേഷം കുട്ടിയെ മുത്തശ്ശിയുടെ വീടിന് സമീപം ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളയുകയും ചെയ്തു. വീട്ടിലെത്തിയ കുട്ടി തനിക്ക് നേരിട്ട ഈ അതിക്രമം മുത്തശ്ശിയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവങ്ങൾ പുറത്തു വരുന്നത്. ഈ വിവരം അറിഞ്ഞത് മുതൽ ആ പ്രതിയെ തേടി ഇറങ്ങിയതായിരുന്നു ആ മുത്തശ്ശി. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച കുളിത്തലൈ ടൗണിൽ മാണിക്യം എന്നയാൾ ഉണ്ടെന്ന വിവരം മുത്തശ്ശിക്ക് ലഭിച്ചു. തുടർന്ന് കയ്യിൽ ആയുധവുമായി ടൗണിലേക്ക് പാഞ്ഞെത്തിയ ഇവർ ടോൾ ഗേറ്റിന് സമീപമുള്ള ഒരു ചായക്കടയിൽ വെച്ച് മാണിക്യത്തെ കണ്ടെത്തുകയായിരുന്നു. ഇവരെ കണ്ടതോടെ കാര്യം മനസ്സിലാക്കിയ മാണിക്യം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഓടാൻ ശ്രമിച്ച ഇയാളുടെ പിന്നാലെ പ്രായമൊന്നും വകവെക്കാതെ പാഞ്ഞ മുത്തശ്ശി ഇയാളെ പിന്തുടർന്ന് പിടിക്കുകയും ആ റോഡിലൂടെ വലിച്ചിഴച്ച് പരസ്യമായി പലതവണ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. മുത്തശ്ശിയുടെ പിന്നാലെ എത്തിയ കുട്ടിയുടെ മറ്റ് ബന്ധുക്കളും മാണിക്യത്തെ വളഞ്ഞിട്ട് മർദ്ദിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മാണിക്യത്തിന്റെ കരച്ചിൽ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർക്ക് മുന്നിലായിരുന്നു ഈ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാണിക്യത്തിന് 10ഓളം തവണ വെട്ടേറ്റിട്ടുണ്ട്. വിവരം അറിഞ്ഞ നിമിഷങ്ങൾക്കകം അവിടേക്ക് എത്തിയ കുളിത്തലൈ പോലീസ് മുത്തശ്ശിയെ കസ്റ്റഡിയിലെടുക്കുകയും ആ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം പിടിച്ചെടുക്കുകയും ചെയ്തു. ആയുധം കൊണ്ടുള്ള വെട്ടേറ്റ് ഗുരുതര പരിക്കുകളുടെ ചികിത്സയിൽ കഴിയുന്ന മാണിക്യത്തിന്റെ അറസ്റ്റ് പോലീസ് അതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചുമകൾക്കേറ്റ ക്രൂരതയിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. പീഡനത്തിനിരയായ 4 വയസ്സുകാരിക്കും നിലവിൽ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ലൈംഗിക ചൂഷണം നേരിടുന്നത് ഇവിടുത്തെ കുട്ടികളാണ്. കുട്ടികളിലെ അറിവില്ലായ്മയെ മുതലെടുക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. സ്വന്തം വീടുകളിൽ പോലും രക്ഷയില്ല എന്നിടത്തേക്ക് കുട്ടികളുടെ സുരക്ഷ മാറിയിരിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ ഈയടുത്ത് വന്ന ഒരുപാട് കേസുകൾ നമുക്ക് മുന്നിലുണ്ട്. വീടുകളിലും കുടുംബ വീടുകളിലും വിശ്വസ്തർ എന്ന് തോന്നിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതെന്നാണ് ഈ അടുത്ത് നടന്ന പഠനങ്ങളിൽ തെളിയുന്നത്. പലപ്പോഴും സ്കൂളിലേക്ക് പോകുന്ന വഴിയിലും സ്കൂളുകളിലും അല്ലെങ്കിൽ ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഇത്തരത്തിൽ കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാകാറുണ്ട്. പലരും പേടി കാരണം ഇത് പുറത്ത് പറയാറുമില്ല. ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ പേടിയോ കൊണ്ടായിരിക്കും വീട്ടുകാരോട് പറയാൻ അവർ മടിക്കുന്നത്. കുട്ടികളെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ മാതാപിതാക്കൾ ആദ്യം പ്രാപ്തരാക്കുകയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും കുട്ടികളുടെ ബന്ധുവോ അല്ലെങ്കിൽ പരിചയക്കാരോ ആയിരിക്കും ചൂഷണത്തിന് ശ്രമിക്കുന്നത്. കുട്ടി കാര്യങ്ങൾ മാതാപിതാക്കളോടോ മറ്റോ പറയാൻ സാധ്യത ഇല്ലെന്ന് തോന്നിയാൽ നിരന്തരം ചൂഷണത്തിന് ഇരയാക്കാൻ സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ ചൂഷണം ചെയ്യാൻ മുതിരുന്നതായി തോന്നിയാൽ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടിപ്പോകാൻ പറഞ്ഞ് കുട്ടിയെ പഠിപ്പിക്കുക. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അത് മാതാപിതാക്കളുമായി പങ്കുവെക്കാനും പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.